80 കോടിയോളം ദരിദ്ര നാരായണന്മാർ അധിവസിക്കുന്ന ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒഴുക്കിക്കളയുന്നത് 30,000 കോടി രൂപയാണെന്നാണ് കണക്ക്. പൊതുഖജനാവിൽ നിന്ന് 8,000 കോടി രൂപയും സ്ഥാനാർത്ഥികളും പാർട്ടികളും ചേർന്ന് 22,000 കോടിയും ചെലവഴിക്കുന്നുണ്ടത്രേ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 200 കോടിയോളം കള്ളപ്പണം കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് റവന്യൂ ഇന്റലിജൻസും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും നൽകിയ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് 60 ലക്ഷം രൂപയുടെ കള്ളനോട്ട് ഇന്റലിജൻസ് പിടികൂടിയത് അതിനൊരു തെളിവ്. കേരളത്തിൽ 50,000 കോടി രൂപയുടെ കള്ളപ്പണ ബിസിനസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് മുൻ DGP ജേക്കബ് പുന്നൂസാണ്. പുന്നൂസിനെന്തിനാണ് വെറുതെ ചൊറിയാൻ നടക്കുന്നതെന്ന് രാഷ്ട്രീയ പുങ്കവന്മാർ. ഇതൊക്കെയാണ് കോടികൾ ഒഴുകുന്ന വഴികൾ. ക്യാൻസർ ചികിത്സ കഴിഞ്ഞപ്പോൾ പാവം ഇന്നസെന്റ് പാപ്പരായെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ തെറ്റി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ ഇന്നസെന്റ് വെളിപ്പെടുത്തിയ സ്വത്ത് 4 കോടി. അതൊക്കെ എത്രയോ നിസ്സാരം. ബാംഗ്ലൂർ സൗത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നന്ദൻ നിലേക്കനിയുടെ സ്വത്ത് 7,700 കോടിയാണ്. IT സ്ഥാപനമായ ഇൻഫോസിസിന്റെ സഹസ്ഥാപകനാണ് നന്ദൻ നിലേക്കനി. 1999 മുതൽ ഇതുവരെയായി 400 കോടി രൂപ നിലേക്കനി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകി എന്നുകൂടി നാം കൂട്ടി വായിക്കണം. സ്വത്തുണ്ടായാൽ പോരാ, കരുണ കൂടി വേണമെന്ന് നല്ല കനിയായ നിലേക്കനി പറയുന്നു. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാവുന്ന തുക 70 ലക്ഷമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തരും 2 കോടിക്കുമേൽ ചിലവാക്കുമെന്നാണ് അലിഖിത സത്യം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിയും ചെലവ് ബില്ല് കമ്മീഷന് നൽകി ഇങ്ങനെ പറയും, പറ്റിച്ചേ എന്ന്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ശശി തരൂരിന്റെ സ്വത്ത് 23 കോടി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആശ്രിതരില്ലെന്നുകൂടി എഴുതിയിട്ടുണ്ട്. ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നർത്ഥം. നിലേക്കനി കേൾക്കണ്ട. ആം ആദ്മി പാർട്ടി മുഖ്യൻ കേജരിവാൾ ബാംഗ്ലൂരിൽ മുന്തിയ ഹോട്ടലിൽ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചത് 50 ലക്ഷം രൂപയുണ്ടാക്കി. ഒരാൾക്ക് ഒരു ഡിന്നറിന് 20,000 രൂപ. ബഹുത്ത് ആദ്മി. സ്പീക്കർ മീരാകുമാറിന്റെ കഥ കൂടി കേട്ടാൽ നമുക്ക് വയറ് നിറയും. ബീഹാറിലെ സസറാമിൽ മത്സരിക്കുന്ന മീരാകുമാറിന്റെ സ്വത്ത് നച്ച 36 കോടി. 2009 മീരയ്ക്ക് 10 കോടിയായിരുന്നു സ്വത്ത്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 10 36ആയി. ബൈ രാജ ബൈ 10 വെച്ചാൽ 36. ഈ വർധന പണത്തിൽ മാത്രമല്ല, പാർട്ടികളുടെ കാര്യത്തിലുമുണ്ട്. 1957 കേരളത്തിൽ 4 പാർട്ടികളാണുണ്ടായിരുന്നത്: CPI, കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ്. ഇപ്പോഴത് 3 ഡസൻ, അതായത് 36 പാർട്ടികളായി മാറി. MGR ദ്രാവിഡ മുന്നേറ്റ പാർട്ടി, ജൻശബ്ദ്, നിശബ്ദ ഭൂരിപക്ഷം പാർട്ടികളുടെ പേരാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് എത്രയാകുമെന്ന് ആർക്കറിയാം? ചിരിക്കാനും ചിന്തിക്കാനും ഇതൊക്കെ ധാരാളം. അനുബന്ധം. പാവം വോട്ടർമാർക്ക് പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ ഒരു വകയുണ്ട്. മുസ്ലിം പവർ കഴിച്ചിട്ടും പരസ്യത്തിൽ പറഞ്ഞ ഗുണം ലഭിക്കാത്ത ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ വിധി പ്രകടന പത്രിക ഇറക്കുന്നവർക്ക് പാഠമാകണം. പാലിക്കാനാകാത്ത പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും ഫലവത്താകാത്ത പരസ്യങ്ങളെപ്പോലെയാണ്. വോട്ടർമാർക്കും ഇനി കോടതിയിൽ പോകാമെന്നർത്ഥം. ശുഭം.